നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയുടെ സംസ്കാരം തടഞ്ഞു. പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. ചർച്ചകൾക്കൊടുവിൽ രാത്രി വൈകി പരിഹാരം. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമം. ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റ്. വള്ളികുന്നം സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത്. വള്ളികുന്നം സ്വദേശി രവികുമാറാണ് ആക്രമിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം. ചവറയിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കറ്റാനം കട്ടച്ചിറ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് പോലീസ് തടഞ്ഞു. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. വർഷങ്ങളായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത്. ഇവരുടെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പ്രതിഷേധത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായത്. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാവിശ്വാസി പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കാൻ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെയും മാവേലിക്കര തഹസീൽദാരുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് മുന്നിൽ തടഞ്ഞതാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത്. അമ്മിണി രാജന്റെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. സഭാവസ്ത്രം ധരിച്ച് ചെറുമകനെ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സഭാവസ്ത്രം ധരിച്ച യാക്കോബായ വിശ്വാസിയായ ചെറുമകൻ സെമിത്തേരിയിൽ പ്രവേശിക്കുന്നതിനെതിരെ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് പോലീസും റവന്യൂ അധികൃതരും തടഞ്ഞത്. ഇത് വിശ്വാസികളും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് യാക്കോബായ വിശ്വാസികൾ മൃതദേഹം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. മൃതശരീരം സംസ്കരിക്കുന്ന ഇടവകയിൽപ്പെട്ട പറമ്പിൽ അമ്മിണി രാജന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഷെമ്മാശനാണെന്ന കാരണത്താൽ പറ്റുകയില്ല എന്ന ഒരു വാദത്തിൽ തഹസീൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും മൃതശരീരം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ യാക്കോബായ വിഭാഗവുമായി നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിൽ ചെറുമകനെ സെമിത്തേരിയിൽ കയറ്റാമെന്ന് ധാരണയായി. ഇതേ തുടർന്ന് മൃതദേഹവുമായി പള്ളിക്ക് മുന്നിൽ നടത്തിയ 5 മണിക്കൂർ നീണ്ട സമരം വിശ്വാസികൾ അവസാനിപ്പിച്ചു. എട്ട് മണിക്കൂറായിട്ട് ശവം ഈ മോർച്ചറിക്ക് വെളിയിൽ തണുപ്പില്ലാതിരിക്കുക. ഏത് സമയത്ത് ഡീക്കേഡാവുന്ന അവസ്ഥയിലാണ്. എൻ്റെ പപ്പ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. അമ്മച്ചേട്ടൻ പറഞ്ഞവർ വരും വീണ്ടും പോകും. പപ്പായ്ക്ക് ഇപ്പം തീരെ വയ്യാതെ പപ്പായ കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തിനായാലും എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങളാണെങ്കിൽ ഞാൻ ഈ കുപ്പായിട്ടതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. രാത്രി 9 മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വള്ളികുന്നം സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 26-നായിരുന്നു സംഭവം. വള്ളികുന്നം സ്വദേശി രവികുമാറിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. കടയിൽ കയറി വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ വള്ളികുന്നം കല്ലുവിളയിൽ രാജേന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. വള്ളികുന്നം ചരുവിളയിൽ രവികുമാർ എന്ന വ്യാപാരിയെ കടയിൽ കയറി ഇയാൾ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് വള്ളികുന്നം പോലീസ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ട്രാൻസ്ഫോമർ കാട് മൂടിയിട്ടും നടപടി സ്വീകരിക്കാതെ KSEB. ശാസ്താംകോട്ട പുന്നമൂട് മഞ്ഞിപ്പുഴ ട്രാൻസ്ഫോമറാണ് കാട് മൂടിയത്. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല.
വള്ളിപ്പടർപ്പ് കയറി കാടുമൂടി അപകട ഭീഷണി ഉയർത്തുകയാണ് മുതുബിലാക്കാട്ടെ ട്രാൻസ്ഫോമർ. കാടിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലുള്ള അവസ്ഥയിലാണിത്. അടുത്ത കാലത്തെങ്ങും KSEB ജീവനക്കാർ സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്ന് പരിസരം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്രയ്ക്ക് സംരക്ഷണമില്ലാതെയാണ് മുതുബിലാക്കാട് പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്ന പ്രധാന ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. പുന്നമൂട് കരിക്കോണത്തുമുക്ക് പാതയിൽ കണ്ണച്ചൻ തുണ്ടിൽ ഭാഗത്താണ് ഭീഷണിയായി ട്രാൻസ്ഫോമർ ഉള്ളത്. 5-ാം വാർഡിൽ പ്രധാന പാതയോട് ചേർന്ന് മഞ്ഞക്കുഴി എന്ന പേരിലുള്ളതാണിത്. ചുറ്റും പുല്ലും ചെറുവൃക്ഷങ്ങളും വളർന്ന് ട്രാൻസ്ഫോമറിനെ മറച്ചു. വള്ളിപ്പടർപ്പ് ട്രാൻസ്ഫോമറിനെയും തൂണുകളെയും പൊതിഞ്ഞു. വള്ളികൾ മുകളിലേക്ക് പടർന്ന് വൈദ്യുത ലൈനിലും കയറി. 4 വശത്തെയും ഇരുമ്പുവേലികളും വള്ളിച്ചെടികൾ വിഴുങ്ങി. അതുവഴി പോകുന്ന കുട്ടികളോ മുതിർന്നവരോ അബദ്ധത്തിൽ വള്ളിപ്പടർപ്പുകളിലോ പരിസരത്തോ തൊട്ടാൽ ഷോക്കേൽക്കുന്ന സ്ഥിതി. അങ്കണവാടി കുട്ടികളും ഈ പാതയിലൂടെയാണ് പോകുന്നത്. അത്രയ്ക്ക് ഭീഷണിയിലാണ് ട്രാൻസ്ഫോമറും പരിസരവും. ഈ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റോഡിൽ കൂടെ ധാരാളം കുട്ടികളും ഇതുപോലെ കശുവണ്ടി തൊഴിലാളി അവരെല്ലാവരും നടന്നു പോകുന്ന വഴിയാണിത്. ഈ വഴിയിൽ ഇത് ഇവിടെ ഈ മൊത്തം കാട് പിടിച്ച് ഇതെല്ലാം കിടക്കുകയാണ് സംഭവം. ഇതിനകത്ത് എത്ര ഇഴജന്തുക്കൾ കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പാതയോരത്ത് അപകടക്കണിയായി നിൽക്കുന്ന ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ പലതവണ KSEB അധികൃതരെ അറിയിച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അത് വന്ന് അതിൻ്റെ വള്ളികൾ കണ്ടിച്ചു കളയുകയോ അത് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം പുല്ലിറക്കാനും എടുക്കാനും എൻ്റെ അടുക്കൽ കൂടെ പോവുകയും വരികയും ചെയ്യുന്നതാണ്. വലിയൊരു അപകട സ്ഥിതിക്കാണ് കാര്യങ്ങൾ. മുതുബിലാക്കാട് കൂടാരത്തുമുക്കിലെ കൂടാരം ട്രാൻസ്ഫോമറിന്റെ പരിസരവും കാട് വളർന്നും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞും കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 വിദ്യാർത്ഥിനികളെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറിളക്കവുമായി 13 വിദ്യാർത്ഥിനികളെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കോളേജ് ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. ഉച്ചയ്ക്ക് നൽകിയ സാമ്പാറാണ് രാത്രിയും നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്നലെ രാത്രി സാമ്പാർ കഴിച്ചവർക്കായി പ്രശ്നം തുടങ്ങിയത്. ഇന്നലെ രാവിലെ മുതലേ പ്രശ്നമുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായാണ് ഹോസ്പിറ്റലിൽ വന്നത്. ഞങ്ങളൊരു 3 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ സാമ്പാർ കഴിച്ചവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കും പ്രശ്നമില്ല. ഏകദേശം 13 പേരുണ്ട് ഞങ്ങളിവിടെ മൊത്തം. ഇന്നലെ രാത്രി സാമ്പാറായിരുന്നു, ഉച്ചയ്ക്കത്തെ സാമ്പാറായിരുന്നു. അപ്പം അത് രാത്രിയും കൂടെ തന്നപ്പോഴാണ് തോന്നുന്നു പിള്ളേർക്ക് പ്രശ്നമായത്. അല്ലാതെ വേറെ ഫുഡിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അല്ലാതെ വേറെ പ്രശ്നം. രാത്രി കുഴപ്പമൊന്നുമില്ലായിരുന്നു, രാവിലെ എണീറ്റപ്പോഴാണ് വയറുവേദന തുടങ്ങിയത്. സാമ്പാർ കൂടാതെ രസവും മറ്റ് കറികളും ഉണ്ടായിരുന്നു. കായംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിലെത്തി പരിശോധനകൾ നടത്തി. സാമ്പാറിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തേവലക്കരയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിലാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സജ്ജീകരിച്ചിട്ടുള്ളത്. കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം, ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം എന്നിവയും നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത്. തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിൽ സജ്ജീകരിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. നിർധന കുടുംബങ്ങൾക്കുള്ള ഭൂമിയും അദ്ദേഹം വിതരണം ചെയ്തു. 31 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് ചെയ്യാനുള്ള കരുത്തും തൻ്റെ ഇടവും ഗ്രാമപഞ്ചായത്തിനുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും താല്പര്യമൊക്കെ അവർ കാണിക്കും. അല്ലാതെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കഴിഞ്ഞ 8 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി നടക്കുന്ന ഗവൺമെന്റിന്റെ മാത്രം ചുമതലയിൽ നടക്കുന്ന വികസന പ്രവർത്തനം 1 ലക്ഷം കോടി രൂപയുടേതാണ്. 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത്ര ദയനീയമാണ് ആ സംസ്ഥാനങ്ങളിലെ സ്ഥിതി. പക്ഷേ ഇത്
നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലവാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഹരിതകർമ്മ സേനകൾക്കുള്ള യൂണിഫോം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനസ്നാത്ത് യത്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഫിലിപ്പ്, യു ഫാത്തിമ കുഞ്ഞ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ്, സജ്ജി അനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജി പ്രദീപ് കുമാർ, ബി രാധാമണി, അനസ് യൂസഫ്, എൻ അനീഷ്, ബിജി ആന്റണി, അൻസാർ കാസിംപിള്ള, ഷമീന താഹിർ, അജിത സാജൻ, എസ് പ്രസന്നകുമാരി, പി ജയപ്രകാശ്, സെക്രട്ടറി എസ് അനിത, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എ ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിളംബര ഘോഷയാത്രയും നടത്തി. പദ്ധതി വിഹിതമായുള്ള 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടായി 19 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 31 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. ഇതേസമയം ചടങ്ങിൽ ഉദ്ഘാടകനായിരുന്ന മന്ത്രി എം പി രാജേഷ് പരിപാടിയിൽ പങ്കെടുത്തില്ല. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പരിപാടിയിൽ പങ്കെടുത്തില്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമായിരിക്കും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് അനസ്നാത്ത് യത്ത് പറഞ്ഞു. ഒന്ന്, ഈ ഇലക്ട്രിക് ലൈൻ ഇവിടുന്ന് മാറ്റുക, അത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. 2, ഇതുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ ചുറ്റുമതിൽ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകം വേലി തിരിക്കുക. ഈ 2 പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുകയെന്നുള്ള വിവരം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും മെയിൽ ചെയ്തറിയിച്ചു. പൊളിച്ചവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നില്ല. ഈ മന്ത്രി തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി കാലയളവിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഈ ഭരണസമിതി ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറയിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് നടത്തി. വോട്ട് കൊള്ളയ്ക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ച് നടത്തിയത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാടുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചത്. തേവലക്കര ചേന്നങ്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ UDF നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. കുന്നേൽമുക്ക്, കൂഴംകുളം, മുഖംമൂടി ജംഗ്ഷൻ, അമ്മവീട് വഴി ചവറ കൊട്ടുകാട്ടിൽ മാർച്ച് സമാപിച്ചു. തുടർന്ന് നടത്തിയ സമ്മേളനം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. വോട്ട് വിഷയം ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന ഭരണകൂടമാണെങ്കിൽ വോട്ട് വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്. ഇലക്ഷൻ കമ്മീഷന്റെ പിടിപ്പുകേട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വീറോടും വാശിയോടും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനും പരിഹസിക്കാനുമാണ് BJP സമയം കണ്ടെത്തിയത്. ജർമ്മനിയിൽ നാസികൾ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ എന്താണ് നടത്തിയത്? അതിന്റെ തനിപ്പകർപ്പാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. അന്ന് മുതൽ രാഹുൽ ഗാന്ധി പ്രസ്താവനകൾ നടത്തുന്നു. പഠിക്കാൻ ഒരു ടീമിനെ ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയവർ കണ്ടെത്തിയത് വളരെ വിചിത്രമായ, ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടന്നുകൂടാത്ത കാര്യമാണ്. ഞാൻ കൃത്യമായ കണക്കുകൾ മറന്നുപോയി എങ്കിൽ പോലും 2019 മഹാരാഷ്ട്രയിൽ ആകെ 8.9 ചില്വാനം വോട്ടർമാരായിരുന്നു, കോടി വോട്ടർമാരായിരുന്നു. 9 കോടിയിൽ അല്പത്താഴെ. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 9.3 കോടി വോട്ടർമാരായി. 35 ലക്ഷം വോട്ടർമാർ കൂടി 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട് 35 ലക്ഷം വോട്ടർമാർ കൂടി. എന്നാൽ 2024 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നവംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 9.7 കോടി വോട്ടർമാരായി മാറി. 6 മാസത്തിനിടയിൽ 41 ലക്ഷം പേര് അധികമായി ചേർന്നു. കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. R അരുൺരാജ്, R ജയകുമാർ, മേച്ചജത്ത് ഗിരീഷ് കുമാർ, CP സുധീഷ് കുമാർ, വിഷ്ണു വിജയൻ, ചക്കിനാൽ സനൽകുമാർ, E യൂസഫ് കുഞ്ഞ്, AM സാലി, MA കബീർ, തങ്കച്ചി പ്രഭാകരൻ, ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പെൻഷൻകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പ്രകടനവും നടത്തി. പുനലൂർ മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുനലൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. പെൻഷൻകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായാണ് പുനലൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത്.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പുനലൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുനലൂർ സിവിൽ സ്റ്റേഷന് മുൻവശത്തെത്തി. തുടർന്ന് നടന്ന ധർണ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും നമ്മുടെ സംഘടനകൾക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരവസരം കൂടി നമുക്കിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകേണ്ട ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സംഘടനയിലെ ആളുകൾക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബാന്തരീക്ഷം, അതുപോലെ തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സംഘടനയിലെ മറ്റു കുടുംബങ്ങളെ, രോഗബാധിതരായിട്ട് കിടക്കുന്ന ആളുകളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയങ്ങളിൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. 2024 ജൂലൈ മാസം നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം, അതോടൊപ്പം തന്നെ DA കുടിശ്ശികൾ, നമുക്ക് ഇതുവരെ കിട്ടാത്ത DA കുടിശ്ശികൾ ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിസപ്പിൻ്റെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു വലിയ വമ്പിച്ച ധർണ വിജയമാക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാവരോടും നമ്മൾ കൃതജ്ഞതയും നന്ദിയും അതോടൊപ്പം തന്നെ രേഖപ്പെടുത്തുന്നതോടൊപ്പം സെക്രട്ടറി A സുരേഷ് സ്വാഗതം പറഞ്ഞു. ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ആരാധ്യയായ ചെയർപേഴ്സൺ ശ്രീമതി കെ പുഷ്പലതയാണ്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ സംഘടനയുമായിട്ട് ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വരാമെന്നേക്കുകയും ഇന്നലെയും നമ്മളെ വിളിച്ച് സംഘടനയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സണെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. KGOA ജില്ലാ വൈസ് പ്രസിഡന്റ് C ശിവശങ്കരപിള്ള, KSSPU ഭാരവാഹികളായ സലാഹുദ്ദീൻ, K അശോകൻ, രാമൻകുട്ടി, രാജശേഖരക്കുറുപ്പ്, CB ജയചന്ദ്രൻ, ആരിഫ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു. പുനലൂർ TB ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽക്കിണർ നിർമ്മാണം നടന്നത്. നിലവിൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. ഇത് അവർ ഇന്നലെ തൊട്ട് തുടങ്ങി 3-4 ട്രിപ്പ് പടിഞ്ഞോണ്ടേ ഇരിക്കുക. 3 സ്ഥലത്തിലെ കുഴിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അവർ ഏതെങ്കിലും കുഴിച്ചിട്ട് പോട്ടെ, 3-4 മണിക്കൂടെ ഇതേ ഉള്ളെന്ന് വിചാരിച്ചു. വീടിന് ക്ഷതം പറ്റുന്നുണ്ടല്ലോ. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയിൽ ഇടതു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പൂവണ്ണമൂട്ടിൽ ബിൽഡിംഗിൽ ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടക്കുകയും കോടതി പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സെയിൽ ലെറ്റർ മാത്രം ഉപയോഗിച്ച് ആയൂർ സ്വദേശി കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചത്. ഈ കെട്ടിടത്തോട് ചേർന്നുള്ള മറ്റ് താമസക്കാരുടെ അനുവാദം വാങ്ങാതെ അവരുടെ വീടിനോട് ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് സമീപത്തുള്ള വീട്. പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യത കൂടുതലാണ്. എന്താ ബുദ്ധിമുട്ട്? ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് പറഞ്ഞേ. എനിക്ക് ടെൻഷനാണ് സാറേ. ഞാൻ ടെൻഷൻ്റെ പുള്ളി രാവിലെ അടിച്ചിട്ട് നിൽക്കുക. എനിക്കത് കേട്ട് ഞാൻ ഇന്നലെ വീഴാൻ പോയി. എൻ്റെ മോൻ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് നിന്നു. ഈ കുഴൽക്കിണർ നമ്മുടെ ഭിത്തിയോട് ചേർന്നാണോ വിളിക്കുന്നത്? അടുത്ത് ചേർന്ന്, പിന്നെ അടുത്തല്ലാതെ പിന്നെ എന്താ സാറേ ചേർത്ത് ഇത്ര 4 അടി പോലും വരത്തില്ല. മൊത്തം പൊട്ടിയിരിക്കുക. അവർ കൊണ്ടുവന്ന് വെച്ചാൽ അവർ പൈപ്പ് താഴോട്ടാണ് പോകുന്നതെന്ന്. എന്താ ചെയ്യാനാ സാറേ? ഈ സുഖമില്ലാത്ത അതിന് സംസാരമൊന്നുമില്ല. ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഒരുമാതിരി കിടന്ന് പിടയ്ക്കുക. അങ്ങനെയുള്ള ഒരെണ്ണം വെച്ചോണ്ട് ഞങ്ങൾ വിഷമിക്കുക. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. 3 പേര് വയസ്സായി 70-ന് പോകും. എനിക്ക് 77 വിളിക്കാം. എന്തോ സാറേ ഒരു സൗണ്ട് കേട്ട്, ഒരു ഭയങ്കര സൗണ്ട് കൂടെ കേട്ടു. ഭൂമി കുടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. കുഴൽക്കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ബാങ്കും കെട്ടിടത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട തർക്കവും കെട്ടിട ഉടമയുടെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും ഈ കെട്ടിടത്തിന്മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് കെട്ടിടം മറ്റൊരു വ്യക്തിക്ക് കൈമാറിയതായി കാണിച്ച് സെയിൽ ലെറ്ററിന്റെ ബലത്തിൽ പുതിയ ഉടമ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിക്കുന്നത്. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം സമീപ വീട്ടുകാർ തടയുകയും വൻ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തുകയും അനുമതിയില്ലാതെയുള്ള കുഴൽക്കിണർ നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള കോൺഗ്രസ് ബി തലവൂർ പഞ്ചായത്ത് റാലി നടത്തി. നടുത്തേരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി രണ്ടാലുംമൂടി ജംഗ്ഷനിൽ സമാപിച്ചു.
പൊതുസമ്മേളനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ബി തലവൂർ പഞ്ചായത്ത് റാലി നടത്തി. നടുവത്തേഴ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി രണ്ടാലുമൂട് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അടക്കം നമ്മുടെ പാർട്ടിയുടെ മെമ്പർമാരെ സംബന്ധിച്ച് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് അത് തലവൂരായാലും പത്തനാപുരത്തായാലും പട്ടാഴിയിലായാലും എവിടെയാണെങ്കിലും അവർ ആ സുതാര്യതയോടെ പ്രവർത്തിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ. മേൽന പഞ്ചായത്തിനെ നയിക്കുന്ന പ്രസിഡന്റ് നമ്മുടെ പാർട്ടി അംഗമാണ്, നമ്മുടെ മെമ്പറാണ്. അവരെല്ലാം അവരുടെ വാർഡുകളിൽ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം. അതാണ് MLA എന്ന നിലയിലും പത്തനാപുരത്തിൻ്റെ വികസനത്തിൽ ഞാൻ കഴിഞ്ഞ 25 വർഷം എന്നെ തിരഞ്ഞെടുത്ത ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് പത്തനാപുരത്തെ പത്തനാപുരത്ത് നിന്ന് ഒരു മഹാനഗരം പോലെയാക്കി മാറ്റുന്ന നിലയിലേക്ക് പത്തനാപുരത്തെ വളർത്തിയെടുത്തത്. മറ്റ് സമീപ സ്ഥലങ്ങളിൽ പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പത്തനാപുരത്തിൻ്റെ നേട്ടം എന്താണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയില്ല. കാരണം നമ്മളെക്കാൾ വളരെ മുമ്പേ പുരോഗമിച്ച സ്ഥലമാണ് കൊട്ടാരക്കര നമ്മളെക്കാൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പ്രദാനം ചെയ്യുന്ന കാലം മുതൽ അത് വളരെ പുരോഗമിച്ച ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന തലവൂര് പോലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നത് എവിടെയാണ് വീട് എന്ന് ചോദിച്ചാൽ എൻ്റെ വീട് തലവൂരാണെന്ന് പറയാറില്ല, എൻ്റെ വീട് കൊട്ടാരക്കരയിലാണ്. പട്ടാഴിയിൽ താമസിക്കുന്നവർ പോലും എൻ്റെ വീട് കൊട്ടാരക്കരയാണ് എന്ന് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പത്തനാപുരത്ത് താമസിക്കുന്നവർ പത്തനാപുരമാണെന്ന് പറയാതെ എൻ്റെ വീട് പുനലൂരാണ്, എൻ്റെ വീട് കോന്നിയാണ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പത്തനാപുരത്തെ ഓരോ കുഞ്ഞുങ്ങളും എവിടെ ചെന്നാലും ഞാനൊരു പത്തനാപുരത്തുകാരനാണ്, ഞാനൊരു തലവൂക്കാരനാണ്, പട്ടാഴിക്കാരനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സജികുമാർ CS അധ്യക്ഷത വഹിച്ചു. ഏലിയാമ്മ, ഷാജു നെടുവന്നൂർ, സുനിൽ, വടകോട് മോനച്ചൻ, P. ഗോപകുമാർ, സേവ്യർ കടകംപള്ളി, H. റിയാസ് മുഹമ്മദ്, മധുസൂദനൻ പിള്ള, PS സജിമോൻ, മനു ജോയി, വേണുകുമാർ, ഉസ്മാൻ സാഹിബ്, നവാസ് തേമ്പാമിൻമൂട്, എസ് മാഹിൻ, മണികുമാർ പുന്നല, പ്രദീപ് കോട്ടാത്തല, അമ്പിളി ദാസപ്പൻ, L. ഫിലിപ്പ്, രാമചന്ദ്രൻ പിള്ള, ഹംസ ഇടത്തറ, ഗീതാമണി, സജി മാത്യു, സുരേഷ് കുമാർ, ലീന O, B. തോമസ്, ഉണ്ണികൃഷ്ണപിള്ള, നടത്തേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജെ. ചിഞ്ചുറാണി. ജില്ലയിലെ ആയുഷ് കേന്ദ്രങ്ങൾക്ക് NABH അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ, ഹോമിയോ വകുപ്പുകളിലെ ജീവനക്കാർക്കായി നാഷണൽ ആയുഷ് മിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആയുർവേദ മേഖലകളിലേക്ക് പ്രായഭേദമന്യേ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്നതായി മന്ത്രി ജെ. ചിഞ്ചുറാണി പറഞ്ഞു. പ്രസവ ശുശ്രൂഷ, മറ്റു രോഗങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ ഈ രംഗത്ത് ലഭ്യമാണ്. 2 ഘട്ടങ്ങളിലായി ജില്ലയിലെ 20 ആയുഷ് കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് NABH അംഗീകാരം നേടിയ സ്ഥാപനങ്ങൾ 250 ഉയർന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് ഇത്രയധികം നമ്മുടെ ആശുപത്രികൾക്ക് അംഗീകാരം കിട്ടിയെന്നുള്ളത് എന്റെ മനസ്സിൽ നിന്ന് തോന്നുകയാണ്. നമുക്കറിയാം ഇന്ന് ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണും. ഒരു കാലഘട്ടങ്ങളിൽ ആയുർവേദത്തിലോ എനിക്ക് തോന്നുന്നു ഹോമിയോയിലോ പോലും ഒരുപാട് ആൾക്കാർ കയറാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P. K. ഗോപൻ അധ്യക്ഷത വഹിച്ചു. നമ്മള് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ലെങ്കിലും ശരിയായ പരിശ്രമം കൊണ്ട് സാധ്യമാകുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയുടെ മികച്ച പ്രകടനമാണ് ഹോസ്പിറ്റലിലുണ്ടായ ഒരു സംഭവത്തെ അതിർത്തികളോ ആയുഷ് മിഷൻ DPM ഡോക്ടർ P. പൂജ, ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ അച്ചാമ ലെനു തോമസ്, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ E. മനേഷ് കുമാർ, ഹോമിയോപ്പതി ആയുഷ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മയുടെ സംസ്കാരം തടഞ്ഞു. പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. ചർച്ചകൾക്കൊടുവിൽ രാത്രി വൈകി പരിഹാരം. കായംകുളം
വനിതാ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധ. 13 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത്. വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമം. ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റ്. പള്ളികുന്നം സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത്. പള്ളികുന്നം സ്വദേശി രവികുമാറാണ് ആക്രമിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം. ചവറയിൽ ജനാധിപത്യ സംരക്ഷണ മാർച്ച്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.